ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. വിനോണ്. നമ്മൾ ഈ കൊച്ചു കേരളത്തിൽ വണ്ടി ഓടിക്കാനായിട്ട് സാധിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. കാരണം ഇന്നലെ തന്നെ ഞായറാഴ്ച നമ്മൾ ചാവക്കാട് എത്തിയപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റാതെ, വലിയ വണ്ടി ഓടിക്കാൻ പറ്റാതെ നമ്മൾ റോഡ് സൈഡിൽ പാർക്കിങ് എന്നുള്ള രീതിയിൽ, അതായത് റോഡ് ബ്ലോക്ക് ഉള്ള ഒരു റോഡ് സൈഡിൽ തന്നെ ഒതുക്കിയിട്ടു, വേറെ ആർക്കും തടസ്സം വരാത്ത രീതിയിൽ. പക്ഷേ ചെറുവണ്ടികൾ ഈ ലൈസൻസ് കൊടുത്ത് RTO, സ്കൂൾ ഡ്രൈവേഴ്സ് എല്ലാവരും ചേർന്ന് ഈ റോഡിലേക്ക് ഇറക്കി വിടുന്ന പുതിയ ഡ്രൈവർമാരെ ഒരു മുൻകരുതൽ പോലും അവർക്ക് ക്ലിയറല്ല. വളരെ മോശമായിട്ടുള്ള ഡ്രൈവിങ്ങും ആക്സിഡൻറ്റ്, അത് ഇൻഷുറൻസ് ഫുൾ കവർ എന്ന് കേട്ട് കഴിഞ്ഞാൽ വണ്ടി ആക്സിഡൻ്റ് ആയാലും കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഇപ്പോൾ എല്ലാവരും വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ വലിയൊരു വാഹനത്തിന്മേ കൊണ്ട് ചെറിയ കാർ ഇടിക്കുന്ന ഒരു വീഡിയോയും, വെറുതെ ഡിവൈഡറിൽ ഓടിച്ചിടിക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോയും ഇന്നലെ ഞാൻ പിടിച്ചു. പിന്നെ അതുകൂടാതെ നമ്മൾ കേരളത്തിൽ കിടക്കുമ്പോൾ ഒട്ടനവധി ആക്സിഡൻറ്റുകളാണ് നമ്മൾ കാണുന്നത്. പുതിയതായിട്ട് വന്നിട്ടുള്ള 4 ലൈനിൽ, അത് എക്സ്പ്രസ് ഹൈവേ എന്ന പേര് മാത്രമേ ഉള്ളൂ, 4 ലൈൻ എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും അത്. കാരണം ബൈക്ക്, കാറ്, ഓട്ടോറിക്ഷ മുതലായ എല്ലാ വണ്ടികളും ആ ഹൈവേയിലുണ്ട്. ടോള് മാത്രം കുറവില്ല. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെറുവണ്ടിക്കാർ വന്ന് ഈ ഇടുക്കിയാണ് വന്നു, അതായത് നിരപരാധികളായിട്ടുള്ള പല വണ്ടിക്കാരെയും യാത്രക്കാരെയും ഇടിച്ചു കൊല്ലുകയാണ്. ഇതിനെതിരെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉടനടി എന്തെങ്കിലും നല്ലൊരു പുതിയ രീതിയിലുള്ള ഡ്രൈവിംഗ് തലമുറയെ വാർത്തെടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ വളരെയധികം ജീവൻ പൊലിയും. ശരിക്കും കൊലപാതകമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊലപാതകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കൊലപാതകം. വെറുതെ വന്ന് വണ്ടി കൊണ്ട് ഇടിച്ചു കൊല്ലുക, പാവപ്പെട്ട പണിക്ക് പോണ ആൾക്കാരെ, റോഡരികിൽ വണ്ടി നോക്കി നിൽക്കുന്ന സ്ത്രീകളെ, കുഞ്ഞുങ്ങളെ, സ്കൂൾ വിദ്യാർത്ഥികൾ, അതേപോലെ മറ്റുള്ള ആൾക്കാരെല്ലാവരും വണ്ടി ഇടിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ് ഈ കേരളത്തിൽ. അപ്പോൾ ഇതിനെതിരെ ആരെങ്കിലും ഒരു നല്ല രീതിയിൽ ഒരു നിയമം വരേണ്ട സമയം കഴിഞ്ഞു, അതിക്രമിച്ചു. എല്ലാവർക്കും തിരക്കാണ്. വണ്ടി ഒന്ന് തിരിക്കാമെന്ന് വിചാരിച്ചു, വലിയ വണ്ടി ഒന്ന് തിരിക്കാമെന്ന് വിചാരിച്ചാൽ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കൂടെ, അല്ലെങ്കിൽ തിരിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ ടയറുമ്പ് കൊണ്ടിടിക്കുക. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ എത്രയും പെട്ടെന്ന് നല്ലൊരു നിയമം കൊണ്ടുവരാനായിട്ട് പുതിയ സർക്കാരിനോട് ഞാൻ അപേക്ഷിക്കുകയാണ്. സൈനിങ് ഓഫ് വിനു.